ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ സച്ചി ആണെങ്കിൽ പാവം നമ്മുടെ രേവതിയെയും കൂട്ടി ആ ഒരു പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവന്റെ വെള്ളാടിയും കാര്യങ്ങളും ഒന്നും തീരെ പിടിക്കാതെ രേവതിയാണെങ്കിൽ അവിടെ മാറി അങ്ങ് നിൽക്കുകയാണ്. പക്ഷെ സച്ചി ആരാ മുതല്? സച്ചിയാണെങ്കിൽ കൂട്ടുകാരോടൊത്ത് കിട്ടുന്ന ആ ഒരു അവസരം അവനങ്ങ് നല്ല രീതിയിൽ വിനിയോഗിക്കുക. പക്ഷെ അവിടെ നമ്മുടെ സച്ചി ഒരു കാര്യം മറക്കുന്നുണ്ട് കേട്ടോ. രേവതിയും കൂട്ടിയാണ് ഇവൻ ഇവിടെ വന്നത് എന്നുള്ള കാര്യം. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം അടിച്ച് വീലായി നിൽക്കുന്ന സച്ചിയാണെങ്കിലോ പെട്ടെന്ന് തന്നെ കൂട്ടുകാർ പറയുന്നുണ്ട്, എടേ നിന്റെ വൈഫ് അവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടാവും, ഒരു കാര്യം ചെയ്യ്, നീ ഈ ഫുഡ് കൊണ്ട് അവൾക്ക് കൊടുക്കെന്ന് പറയുക. അപ്പൊ ഇവരെല്ലാം പാഴ്സലായിട്ട് വാങ്ങി വെച്ചേക്കാണ്. അങ്ങനെതാ ഫുഡ് എടുത്തുകൊണ്ട് നമ്മുടെ രേവതിയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിലോ ആകെ മൊത്തം ഗർവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നീ ഫുഡ് കഴിക്ക്, നല്ല സൂപ്പർ ഫുഡാണ്, എന്റെ കൂട്ടുകാർ ഒരുക്കിയതാണ് എന്നൊക്കെ ചോദിക്കുമ്പം വളരെ രൂക്ഷമായ രീതിയിലാണ് രേവതി സച്ചിയെ നോക്കുന്നത് കേട്ടോ. അപ്പം ഇവളുടെ മട്ടും ഭാവമൊക്കെ മാറുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ എന്താണ് നീ തുറച്ചു നോക്കുന്നതെന്ന് ചോദിക്കുക. അതെ, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നുള്ള കാര്യം പറയുമ്പം പോവാല്ലോ, പോണമല്ലോ, എന്തായാലും എന്റെ കൂട്ടുകാരൊരുക്കിയ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇവിടെ നിന്ന് ഇപ്പൊ പോകാനൊന്നും പറ്റില്ല. പിന്നെ അത്രക്ക് വലിയ നിർബന്ധമാണെങ്കിൽ നീ തന്നെ പോയിക്കോ, നിന്നെ ഞാൻ എന്തായാലും എന്റെ ആ ഒരു ഭാര്യയായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോവാം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം രേവതി കാട്ടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനുണ്ടല്ലോ. അപ്പൊ അച്ഛന്റെ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ഇവള് വളരെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. ഇതുപോലെ ഒരുത്തനെയാണല്ലോ ഭഗവാനെ എല്ലാരും കൂടെ തന്റെ തലയിലേക്ക് എടുത്ത് വെച്ചത് എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പം ഭയങ്കരമായിട്ട് സങ്കടം വരിക കേട്ടോ. അപ്പൊ സച്ചിയാണെങ്കിലോ രേവതി ഫുഡൊന്നും കഴിക്കാതെ അവൾ അത് അവിടെ തന്നെ എടുത്ത് വെക്കുകയാണ്. ഇവന്റെ ഈ ഒരു കോലവും ഭാവവും ഒക്കെ കാണുമ്പോൾ ശരിക്കും അവൾക്ക് ദേഷ്യം വരിക. അപ്പൊ ഇതിനിടക്ക് സച്ചിത ചിക്കൻ കാലൊക്കെ കടിച്ചു പറിച്ചിട്ട് അതിങ്ങനെ നമ്മുടെ രേവതിക്ക് നേരെ വെച്ച് നീട്ടുമ്പോഴത്തേക്കിനും അവൾക്ക് ശരിക്കും അറപ്പാകുകയാണ് ഇവന്റെ ഈ ഒരു പ്രകൃതം, ഈ ഒരു സ്വഭാവമൊക്കെ കാണുമ്പോഴത്തേക്കിനും. അപ്പൊ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മറ്റേ റൊമാൻറ്റിക് കപ്പിൾസ് ഉണ്ടല്ലോ, നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ സുധിയും, രണ്ടാളും കൂടി നല്ല രീതിയിൽ തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. ഭർത്താവായിട്ട് അഭിനയിക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പം ഇത്ര കണ്ടങ്ങ് അഭിനയിക്കുമെന്ന് നമ്മുടെ ശ്രുതി സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല കേട്ടോ. അതുപോലെയുള്ള ഒരു പരിപാടികളാണ് അവിടെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ഗെയിമും വളരെ ഗംഭീരമായ രീതിയിൽ സ്കോർ ചെയ്തുകൊണ്ട് പോവുകയാണ് നമ്മുടെ ശ്രുതിയും സുധിയും. അപ്പൊ പിന്നീട് വരുന്ന ഗെയിം എന്ന് പറഞ്ഞാല് രണ്ടാളും വട്ടത്തിൽ കയറി നിൽക്കണം. അപ്പൊ ഏറ്റവും ചെറിയ വട്ടത്തിൽ നിന്ന് വരെ ഡാൻസ് കളിക്കണം. അപ്പൊ അത്രയ്ക്ക് അങ്ങ് ഇഴുകി അഭിനയിക്കുകയാണ് രണ്ടാളും. അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ ഇവര് തന്നെ പ്രൈസ് വാങ്ങിക്കുക. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാല് അവരൊരു ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ചങ്കത്ത് വെച്ച് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അത് നമ്മൾ പല ഗെയിമിലും കണ്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതിലൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങി. അങ്ങനെ ഇവരാണ് ആ ഒരു ദിവസം ആ ഒരു പാർട്ടിയിലെ ഗംഭീര താരങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് നല്ല രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്യുമ്പോഴത്തേക്കിനും രണ്ടാളും മതിമറന്ന് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ ഒരു സ്നേഹമൊക്കെ അങ്ങ് ഉടലെടുക്കുകയാണ്. എന്തായാലും രണ്ടും നല്ല ഒന്നാന്തര ഉടായ്പകളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ച് പോയിക്കോളും. അപ്പം ഇവര് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു മത്സരത്തിനൊന്നും പങ്കെടുക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളോട് പറയാനെന്നൊക്കെ പറഞ്ഞ് അവനോട് ഒരുപാട് നന്ദിയൊക്കെ പറയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്റെ ജീവൻ രക്ഷിച്ചതല്ലേ, നിങ്ങൾ അത് എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിലോ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്നോട് ചെയ്ത ആ ഒരു കാര്യം അത് ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി. എന്തായാലും ഇനി നമ്മൾ കാണുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ശ്രുതി ചെറിയൊരു നാണത്തോടു കൂടി കാണാം എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ അങ്ങനെ പിരിയുക. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇതാ മുട്ടനിടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രേവതി ആണെങ്കിലോ സച്ചിയുടെ പാട്ടും കൂത്തും ഒന്നും സഹിക്കാൻ പറ്റാതെ ഒരു മൂലയ്ക്ക് പോയി ഒരു കസേരയിൽ കുത്തിയിരിക്കുക. അപ്പൊ അങ്ങോട്ടേക്കാണെങ്കിലോ ഇവന്മാരൊക്കെ താമസിക്കുന്ന ആ ഒരു വീടിന്റെ ഹൗസ് ഓണർ എത്തുകയാണ്. അപ്പം അയാൾ വന്ന പാടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ബിനാലെ നടത്തുന്നത് പോലെ ഭയങ്കര രീതിയിൽ ലൈറ്റും സെറ്റപ്പും ഒക്കെ കാണുക. അപ്പൊ പെട്ടെന്ന് തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, അല്ലടാ ഇവിടെ എന്താണ് സംഭവം, ഇതെന്താ പരിപാടി, നീയൊക്കെ എന്താ ഇങ്ങനെ ലെവല് കെട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അവന്മാര് വീടെടുത്തതാണല്ലോ, റെന്റിനാണ് താമസിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ കൂട്ടുകാരന്മാര് വന്നിട്ട് പറയുന്നുണ്ട്, അത് ചേട്ടാ ഞങ്ങളുടെ ഫ്രണ്ടാണ്, അപ്പം അവനൊരു പാർട്ടി കൊടുത്തതാണ്. അതെ ഞങ്ങളാരും ഇല്ലാത്ത സമയത്താണോ നീ ഇതുമാതിരി പാർട്ടി, അത് ഇതുപോലെ കള്ള് കുടിച്ചിട്ടുള്ള, ഇവിടെ മാന്യം മര്യാദയ്ക്ക് താമസിക്കുമെങ്കിൽ മാത്രമേ റൂം തരുള്ളൂ എന്നുള്ള കാര്യം അയാൾ പറയുകയാണ്.
പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിക്ക് ഒരു ഇച്ചിരി കാര്യം മതിയല്ലോ, അവൻ അങ്ങ് കയറി അങ്ങ് അഴിഞ്ഞാടുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇവൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്താണോ എനിക്ക് പ്രശ്നമെന്ന് ചോദിക്കുക. അതെ, എൻ്റെ കൂട്ടുകാര് എൻ്റെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് എനിക്കിതാ ഇങ്ങനൊരു ട്രീറ്റ് തരുന്നതാണ്, തനിക്ക് അതിന് എന്താ പ്രശ്നം, തനിക്ക് വാടക കിട്ടുന്നില്ലെന്ന് ചോദിക്കുമ്പം അതെ എൻ്റെ വീട്ടില് ഇതുമാതിരി പേക്കൂത്തൊന്നും ഞാൻ അനുവദിച്ച് തരില്ല എന്നും പറഞ്ഞ് അയാൾ ഇങ്ങനെ ഒറ്റക്കാലെ നിൽക്കുക. അപ്പം ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് അപ്പുറം മാറി നമ്മുടെ രേവതി ഇരിക്കുന്ന കാഴ്ച കാണുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അല്ലടി കൊച്ചെ, നീ ഏതാണ്? ഇത്രയും ആഭാസന്മാരുടെ ഇടയിൽ നീ ഏത് പെണ്ണാണെന്ന് ചോദിക്കുമ്പം ഇവന്മാർക്കപ്പം ഈ സെറ്റപ്പും ഒക്കെ ഉണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതിക്ക് വലിയ വിഷമമായി. കാര്യം അവൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അതിതാ ഇവന്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം കൂട്ടുകാരന്മാർ പറയാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല എന്നും പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരടാ എന്റെ ഭാര്യ കളിയാക്കുന്നതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ചെല്ലുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള സെറ്റപ്പിലേക്കാണോടോ ഒരു ഭാര്യയും കൂട്ടിക്കൊണ്ട് വരുന്നത് എന്നും പറഞ്ഞ് ഹൗസ് ഓണർ ആണെങ്കിൽ നമ്മുടെ സച്ചിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് സച്ചി ഇതെല്ലാം കേട്ടേ പറ്റുള്ളൂ. അതുമാതിരി തെമ്മാടിത്തരമാണ് സച്ചി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഭാര്യയെ എവിടെ കൊണ്ടുവരണം എവിടെ കൊണ്ടുപോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്, താൻ തൻ്റെ പാട് നോക്കണമെന്നും പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതും രേവതിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. അപ്പം പോരുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയാണെങ്കിൽ പോയോ, പോയെങ്കിൽ പോട്ടെ, എനിക്കിപ്പോൾ എന്താ പ്രശ്നം എന്നും പറഞ്ഞ് വീണ്ടും കൂട്ടുകാരോടൊത്ത് കൂത്താടുകയാണ്. തിരികെ വന്ന രേവതി ആണെങ്കിലോ നമ്മുടെ രവിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുക. എന്താ മോള് തന്നെ വന്നത്, അതും ഈ അസമയത്ത്? അച്ഛാ, എനിക്ക് ഒട്ടും അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു, അതുമാതിരി സെറ്റപ്പാണ്, എന്തായാലും ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോവുക. അപ്പം ഏകദേശം തന്നെ പുന്നാര മോന്റെ കയ്യിലിരിപ്പെല്ലാം രവീന്ദ്രന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മകന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ആ അച്ഛൻ. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കാല് നിലത്തുറയ്ക്കാത്ത അവസ്ഥയിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങ് കയറി വരികയാണ്. വരുമ്പോഴത്തേക്കിനും നിക്കട അവിടെ എന്ന് പറയുക. അപ്പൊ പെട്ടെന്ന് തന്നെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് തന്നെ സച്ചി അവിടെ നിന്നു. എന്താ അച്ഛൻ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം, അല്ല നിന്റെ ഒപ്പം ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, നിന്റെ ഭാര്യ, അവൾ എവിടെയെന്ന് ചോദിക്കുക. അത് അവള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോഴത്തേക്കിനും, എന്താടാ ഇങ്ങനെയാണോ ഒരു കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അത് ഈ പാതിരാത്രി നീ ഇങ്ങനെയാണോ ഒരു വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് ചോദിക്കുമ്പം അച്ഛന്റെ മുന്നിൽ നമ്മുടെ സച്ചിയാണെങ്കിലും മിണ്ടാപ്പൂച്ചയാണല്ലോ. അപ്പൊ അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, മോനെ ഇതൊരിക്കലും ഒരു പെണ്ണും സഹിക്കുന്ന കാര്യമൊന്നുമല്ല, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്തിനാണ് അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് സച്ചി ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ് നമ്മുടെ രവി. അപ്പൊ രവി ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും എല്ലാം ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ ചങ്കിന് കൊള്ളുകയാണ്. ഈശ്വര, ഇവൾ എന്തൊക്കെയാണാവോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അച്ഛാ, അവൾ എവിടെ പോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ കൂട്ടുകാരുമായിട്ട് ഒരു ഇച്ചിരി കുടിച്ചു, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പം ഇനി നാളെ തൊട്ട് 6 മണിയാകുമ്പോൾ നീ വീട്ടിൽ കയറിക്കോണം, പിന്നെ നിന്റെ ഈ വെള്ളാടി സെറ്റപ്പ് അതെനി അച്ഛൻ സമ്മതിച്ചു തരില്ലടാന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് തന്നെ മകനെ ഗുണദോഷിച്ച് അകത്തോട്ട് വിടുകയാണ്. അപ്പം ഇവനാണെങ്കിൽ 4 കാലേ കയറി വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ആശാന് ഫലവേശമായി. അപ്പൊ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണമല്ലോ. പെട്ടെന്ന് ആ ഒരു ജഗ് എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ കട്ടിലിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. കാര്യം വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാതിരാത്രിയൊക്കെ ആയല്ലോ, അപ്പൊ പുള്ളിക്കാരി നല്ല ഉറക്കത്തില. ഈ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ജഗ്ഗിൽ നിന്നും വെള്ളം ഇങ്ങനെ തെറിച്ച് നമ്മുടെ രേവതിയുടെ മുഖത്തൊക്കെ വീഴുകയാണ്. ഇവളാണെങ്കിൽ വെള്ളം വീണതും ചാടി എഴുന്നേക്കുമ്പോ കാണുന്ന കാഴ്ച സച്ചി തന്റെ അരികിൽ നിൽക്കുന്നതാണ്. എടോ, താൻ എൻ്റെ മുഖത്ത് വാള് വെച്ചതല്ലേടോ എന്ന് ചോദിച്ച് രേവതി ചാടി ഇങ്ങ് എഴുന്നേക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ എന്തൊക്കെയാണോ ഞാൻ സഹിക്കേണ്ടത്, ഇതുപോലെ ഒരു വൃത്തികെട്ടവനെയാണല്ലോ ഭഗവാനെ എൻ്റെ അമ്മ എൻ്റെ തലയിലേക്ക് വെച്ച് തന്നത് എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അപ്പം എടി നീ അങ്ങ് പറഞ്ഞു കയറി പോവല്ലേ, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തതാ, അല്ലാതെ ഞാൻ നിന്റെ തലയിലേക്ക് വാള് വെച്ചതൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഇല്ല ഇത് അത് തന്നെയാണ്, നിങ്ങൾ ഛർദ്ദിച്ചത് തന്നെയാണ്, അതുമാതിരി ആണല്ലോ വലിച്ചു കയറ്റിയിരിക്കുന്നത്. എടി, അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഒരുത്തനാണ് ഞാൻ, നിനക്കറിയില്ല അതൊന്നും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്താണെന്നായി പറയുന്നത്, നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാവോ എന്ന് ചോദിക്കുക. എന്നെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആ ഹൗസ് ഓണർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു നിന്നില്ലേ, എന്നിട്ടും നിങ്ങൾക്ക് ഇപ്പം വേറെ ഒന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിച്ച് കൊണ്ടുള്ള ആ ഒരു സീനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നാളെ വരുന്നത്. അപ്പൊ എന്തായാലും എല്ലാരും കാണുക. നമ്മുടെ രേവതി കൊച്ചു ഒന്നുകൂടെ പിണങ്ങിപ്പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ഇട്ടേക്ക് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.